നമസ്കാരം. നമ്മൾ അടുത്ത പരിചയപ്പെടാൻ പോകുന്ന പർവ്വതം നോർത്ത് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് ദെനാലിയാണ്. ഏകദേശം 6100 മീറ്ററാണ് അതിൻ്റെ ഉയരം. അത് മൗണ്ട് മെക്കൻലി എന്നാണ് പണ്ട് അറിയപ്പെട്ടിരുന്നത്. ഇപ്പം മൗണ്ട് ദെനാലി എന്നാണ്. ദെനാലി എന്നുള്ള പേര് അവിടുത്തെ തദ്ദേശവാസികളുടെ പേരായിരുന്നു. അതാണ് പിന്നെ പർവ്വതത്തിന് കൊടുത്തത്. ഇത് അമേരിക്കയിലെ അലാസ്ക എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണുള്ളത്. ഈ അലാസ്കയുടെ റഷ്യയുടെയും ഇടയ്ക്കുള്ള കടലെടുക്കാണ് ബെറിങ് സീ. അപ്പോൾ അതിൻ്റെ തൊട്ട് സൈഡിലാണ് ഈ അലാസ്ക സ്ഥിതി ചെയ്യുന്നത്. പണ്ട് റഷ്യയുടെ നിന്ന് അമേരിക്ക മേടിച്ച ഒരു സ്ഥലമാണ് ഈ അലാസ്ക. അമേരിക്കയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റും അലാസ്കയാണ്. ഈ അലാസ്കയിൽ ആണ് മെയിനായിട്ടും പോളാർ ബിയേഴ്സിനെ നമ്മൾ കാണുന്നത്. പോളാർ ബിയേഴ്സ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രമേ ഉള്ളൂ, പെൻഗ്വിൻസ് സദേൺ ഹെമിസ്ഫിയറിൽ മാത്രമേ ഉള്ളൂ. സോ പെൻഗ്വിൻസിനെ നമുക്ക് അന്റാർട്ടിക്കയിലും പോളാർ ബിയേഴ്സിനെ ഈ അലാസ്ക പോലെയുള്ള നോർത്തേൺ പാർട്ടിലുമാണ് കാണാൻ സാധിക്കുന്നത്. ഈ അലാസ്ക നോർത്ത് പോളിനടുത്തായതുകൊണ്ട് തന്നെ നമ്മളീ പോകുന്ന സമ്മർ സീസണിൽ രാത്രി ഉണ്ടായിരിക്കത്തില്ല, പകൽ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. കാരണം 6 മാസം രാത്രിയും 6 മാസം പകലുമാണ് ഈ നോർത്ത് പോളിൻ്റെ അടുത്തായതുകൊണ്ട്. ഈ രാത്രിയാവുന്ന സമയം നമ്മുടെ സാധാരണ കൺസെപ്റ്റിൽ രാത്രിയാവുന്ന സമയത്ത് അവിടെ സൂര്യനൊന്ന് ചെറുതായിട്ട് മങ്ങും. ചിലപ്പോൾ അതൊരു ചുമന്ന നിറമാവും, പക്ഷേ താഴ്ന്നു പോകത്തില്ല. അത് സൂര്യൻ ആകാശത്ത് തന്നെ കാണും, സൂര്യപ്രകാശവും കാണും. പക്ഷേ രാത്രി എന്നുള്ള ആ സമയത്ത് തണുപ്പിച്ചിരി കൂടുതലായിരിക്കും. മറ്റു പർവ്വതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ദെനാലിയിൽ നമുക്ക് ഗൈഡുമാരില്ലാതെയും പോകാം. കാരണം റോ മൗണ്ടനാണ്. അമേരിക്കൻസ് കുറച്ചുകൂടി അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവിടെ നിങ്ങൾക്ക് ഏകദേശം $490 കൊടുത്തു കഴിഞ്ഞാൽ പാർക്ക് എൻട്രി ഫീസ് കൊടുത്ത് നിങ്ങൾക്ക് ആ പാർക്കിൽ പോയി നിങ്ങൾക്ക് അതിനകത്ത് നടക്കാം. 18 ദിവസത്തെ എക്സ്പെഡീഷനാണ്. ഭയങ്കര തണുപ്പാണ്. ഈ ദെനാലിയുടെ പ്രത്യേകത, ദെനാലി മേക്സ് ഇറ്റ്സ് ഓൺ വെതർ. ദെനാലി പർവ്വതം ദെനാലി നാഷണൽ പാർക്കിനകത്താണ്. വലിയ ഏരിയയുള്ള നാഷണൽ പാർക്കാണ്. അതിനകത്തെ വെതർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. കാരണം അത് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. എവറസ്റ്റിലൊക്കെ ആണെങ്കിൽ ക്രിവാസ് കാണും, വലിയ വലിയ മഞ്ഞ് കുഴികൾ കാണും. അതിലൂടെ കടക്കാൻ വേണ്ടി ഏണി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ദെനാലി നാഷണൽ പാർക്കിൽ ഏണികളൊന്നും വെച്ചിട്ടില്ല. വലിയ വലിയ ക്രിവാസുകളുടെ മുകളിൽ ചെറിയ ചെറിയ ഐസ് ഘനീഭവിക്കും. ആ ഐസിലൂടെ ചിലപ്പോൾ മേളിൽ കൂടെ നടക്കുമ്പോഴായിരിക്കും നമ്മൾ താഴേക്ക് വീണ് പോകുന്നത്. അതുകൊണ്ട് ഈ ഏത് നിമിഷവും എവിടെയും അപകടം പതുങ്ങിയിരിക്കുന്ന ഒരു പർവ്വതമാണ് മൗണ്ട് ദെനാലി. എനിക്ക് എവറസ്റ്റിനേക്കാളും ഡേഞ്ചറസ് ആയിട്ട് തോന്നിയ ഒരു പർവ്വതം ദെനാലിയാണ്. മാത്രമല്ല എവറസ്റ്റ് ഷെർപ്പന്മാരുണ്ട്. അവർ നമ്മളുടെ കുറച്ച് വെയിറ്റ് അവർ തൂക്കിക്കൊണ്ട് നടക്കും. നമ്മൾ ഏകദേശം ഒരു 10 കിലോ 15 കിലോ തോളം തൂക്കിയാൽ മതി. പക്ഷേ ഈ ദെനാലിയിൽ മിനിമം ഒരു 70 കിലോ വരെ നമ്മൾ തൂക്കണം. ഒരു 25 kg നമ്മൾ ബാക്ക് പാക്കിലും ബാക്കി 40 kg സ്ലെഡ്ജിലും തൂക്കി വേണം നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട്. ആ നടപ്പാണ് എനിക്കിപ്പോഴും ദെനാലിയിൽ ഓർമ്മ വരുന്നത്. കാരണം ഈ ഒരു 40 കിലോ വെയിറ്റ് വലിച്ചുകൊണ്ട് ഒരു 30, 40, 50 ഡിഗ്രി ഗ്രേഡിയൻറ്റ് മലയിൽ കയറുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ മലയിൽ കയറുന്ന വഴിക്ക് ഈ വെയിറ്റ് കെട്ടിയിരിക്കുന്ന സ്ലെഡ്ജ് കുഴിയിലേക്ക് പോകും. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മളെ കുഴിയിലേക്ക് വലിക്കും. പിന്നെ നമ്മൾ വലിച്ചു കയറ്റി നമ്മൾ നടക്കുന്ന പാതയിലൂടെ ഈ സ്ലെഡ്ജ് കൊണ്ടുപോകണം. പിന്നെ നമ്മൾ വിചാരിക്കുമ്പോൾ തിരിച്ചിറങ്ങി വരുമ്പോൾ എളുപ്പമായി. തിരിച്ചിറങ്ങി ഈ സ്ലെഡ്ജ് നമ്മളെക്കാൾ മുന്നിൽ പോകും, ഐസിൽ കൂടെ തന്നെ. അത് വീണ്ടും നമ്മളെ കുഴിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാക്കും. അതുകൊണ്ട് ഈ സ്ലെഡ്ജ് കൺട്രോൾ ചെയ്യുന്നതാണ് ദെനാലിയിൽ ഒരു വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രശ്നം. അപ്പോൾ ദെനാലിയൊക്കെ പോകാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ നല്ല പ്രിപ്പറേഷൻ ഇല്ലാതെ പോയിട്ട് കാര്യമില്ല. എവറസ്റ്റ് പോലെയല്ല, നമ്മൾ തന്നെ ടെൻറ്റ്, ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനം, ഫ്യൂവല്, എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുപോകണം. ഒരു തീപ്പെട്ടി മറന്നു പോയാൽ തന്നെ നിങ്ങൾ മരണകാരണമാവും. കാരണം ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങളുടെ ആഹാരങ്ങളൊക്കെ കുഴിച്ചിട്ടിട്ടായിരിക്കും പോകുന്നത് ഓരോ സ്ഥലങ്ങളിലായിട്ട്. എന്നിട്ട് തിരിച്ചു വരുമ്പം എടുക്കും, ചിലപ്പം എടുക്കാതിരിക്കും. ഞങ്ങൾ ക്യാഷ് എന്നാണ് പറയുന്നത്. നമ്മൾ പല സ്ഥലത്ത് ക്യാഷ് ചെയ്തായിരിക്കും പോകുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ തിരിച്ചിറങ്ങി വന്നാലും ഭക്ഷണം കിട്ടുമല്ലോ. അല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു ചെറിയ വിമാനത്തിൽ നമ്മളെ ഒരു മഞ്ഞ് കടലിൻ്റെ നടുക്കുകൊണ്ട് ഇറക്കി വിടുന്ന സ്ഥലമാണ് മൗണ്ട് ദെനാലി.